നിലവിലുള്ള വഖഫ് നിയമത്തിലെ ഏറ്റവും വലിയ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് വേറൊരുത്തിന്റെ ഭൂമി വഖഫിന്റേതാണ് എന്ന വ്യാജ അവകാശവാദവുമായി ഇനി ചെന്നാൽ പണിയുറപ്പാണ്. അതുകൊണ്ടാണ് സകലരും ഈ നിയമത്തെ അനുകൂലിക്കുന്നതും കൈയടിക്കുന്നതും. മുസൽമാൻ അവന്റെ ഭൂമി അള്ളാഹുവിന് കൊടുത്താൽ അതിൽ ഇടപെടാൻ ഒരു ഭരണകൂടത്തിനും അവകാശമില്ല. അതിൽ ആർക്കും എതിർപ്പില്ല. ഈ നിയമത്തിലും അതിനൊരു തടസ്സവുമില്ല. ഏത് മുസൽമാനും തന്റെ ഭൂമി തുടർന്നും വഖഫ് ചെയ്യാം. അതിൽ മറ്റാരും ഇടപെടുകയില്ല. എന്നാൽ ഇപ്പോൾ പരിഹരിക്കേണ്ട വലിയൊരു മെസ് ഉണ്ട്. നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ വഖഫ് ചെയ്യപ്പെട്ടിരിക്കുന്ന പല ഭൂമികളും തർക്കത്തിലാണ്. അതിന്റെ നിയമസാധുത പരിഹരിക്കുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് ഈ വഖഫ് നിയമത്തിന്റെ കാതൽ. വഖഫ് ട്രിബ്യൂണൽ ഈ ഭൂമി വഖഫിന്റേതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒന്നും പോകാൻ കഴിയില്ല. സിവിൽ കോടതികൾക്ക് ഒരു അധികാരവുമില്ലാത്ത ഏകപക്ഷീയമായ നിലപാട്. ഇങ്ങനെ ആരെങ്കിലും വഖഫ് ഭൂമി കൈവശപ്പെടുത്തിയാൽ ആ ഭൂമി വഖഫ് ബോർഡിന് പിടിച്ചെടുക്കാമെന്നത് മാത്രമല്ല, അങ്ങനെ കയറി താമസിച്ചവർ എന്ന നിലയിൽ ഇവർക്കെതിരെ ക്രിമിനൽ കേസുമെടുക്കാം. ഇത്തരം നിയമവിരുദ്ധ ഭേദഗതികൾ ഇല്ലാതാക്കിക്കൊണ്ട് വഖഫിന്റെ ഇരകളെയൊക്കെ ഭാഗഭാക്കുകളാക്കിക്കൊണ്ടാണ് മോദി സർക്കാർ 2024 വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത്. ഇത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. മുനമ്പത്തെയും തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂരിലെയും മാത്രമല്ല രാജ്യത്തിന്റെ നാനാഭാഗത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഭൂമി പോലും വഖഫിന്റേതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടത്തുന്ന കേസുകളിൽ തീരുമാനമുണ്ടാക്കാൻ ഇതാവശ്യമായിരുന്നു.